ഞങ്ങളിവിടെ ഗെയിം തിയറിക്ക് വന്നിരിക്കുകയാണ്. മോക്കൊരു സ്വിമ്മിങ്ങിന്റെ ഒരു ട്രയൽ സെഷൻ നോക്കാനായിട്ട്. ഇവക്കല്ല കേട്ടോ, മൂത്തയാക്ക്. അപ്പം നല്ല റെഡി ആവാൻ പോയേക്കോ അവിടെ. ചേരം കൂടി റെഡി ആവാൻ പോയേക്കോ. ട്രെയിനറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഈ പതുക്കെ പതുക്കെ വെള്ളത്തിലോട്ട് ഇറങ്ങണം. കഴിഞ്ഞിട്ട് ഞാൻ പറയാം എന്താവും എന്നുള്ളത് കേട്ടോ. ചേച്ചി പോയോ? ചേച്ചി എന്തി? ചേച്ചി റെഡി ആവാൻ പോയല്ലേ? പിന്നെ മിച്ചുവിന് വെള്ളത്തിൽ ഇറങ്ങണോ? നോക്കി മിച്ചുവിന് വെള്ളത്തിൽ ഇറങ്ങണോ? ഇറങ്ങണോ? അയ്യോ, മിച്ചു കുഞ്ഞാ. മിച്ചുവിനെ പഠിപ്പിക്കും. പക്ഷേ ഞങ്ങൾ ഒരാൾ ആദ്യം നോക്കി, രണ്ടുപേരും ഒരുമിച്ച് ചിലപ്പോൾ ഫസ്റ്റ് ടൈം കയറുമ്പോഴത്തേക്കും ഇയർ ഇൻഫെക്ഷൻ ഒക്കെ വരുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പം രണ്ടുപേർ കൂടെ ഒരുമിച്ച് കഴിഞ്ഞാൽ പാടില്ല. അതുകൊണ്ട് അവൾക്കൊന്ന് ട്രൈ നോക്കിയിട്ട് അവൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ അടുത്ത വർഷം ആകുമ്പോ കുറച്ചുകൂടെ കഴിയുമ്പോൾ മുന്നേ വിടാം അല്ലേ? അത് 6 മാസം കഴിയുമ്പോൾ പോകാം. നോക്കാം. ഓക്കെ. And stay. Take the legs slowly. Let's really get it. Super. Try again. Bas. Okay, complete. അങ്ങനെ ട്രയൽ സെഷനൊക്കെ കഴിഞ്ഞു. പാക്കേജും ഡീറ്റെയിൽസൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. നല്ലൊരു ട്രെയിനറായിരുന്നു കേട്ടോ. മോളോടാണെങ്കിൽ വെള്ളത്തിനോട് പേടിയുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് പതുക്കെ വാമപ്പ് ഒക്കെ ചെയ്ത് ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് പുള്ളി വെള്ളത്തിലോട്ട് പതുക്കെ അവളെ ഇറക്കിയത്. അവൾക്കും ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം 20 to 30 മിനിറ്റ്സോളം ഉണ്ടായിരുന്നു ട്രയൽ സെഷൻ. വേറെ ഒരു കുട്ടി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ട്രയൽ സെഷനിൽ 1 to 1 അറ്റൻഷൻ കിട്ടും. പക്ഷേ ബാച്ച് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എനിക്ക് തോന്നുന്നു 1 to 6 വരെ ഒരു ട്രെയിനറിൻ്റെ അടിയിലാണ് അവർ ട്രെയിൻ ചെയ്യിക്കുന്നത്. വീക്ക്ലി 2 to 3 ക്ലാസ്സസ് ഉണ്ടാവും. പക്ഷേ ഇത് അത്യാവശ്യം ഞങ്ങൾക്ക് നല്ല ദൂരമുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അടുത്ത് വേറൊരു പുതിയൊരു ഗെയിം തിയറിയുടെ ഇങ്ങനൊരു ഏരിയ വരുന്നുണ്ടെന്ന് കേട്ടു. അപ്പം അങ്ങനെയാണെങ്കിൽ അടുത്താണെങ്കിൽ അന്നേരം പോകാമെന്നുള്ള ആലോചിച്ചിരിക്കുകയാണ് ഇങ്ങനെ. പിന്നെ അതുമല്ല
വീക്ക്ലി 2 to 3 എന്ന് പറയുമ്പോൾ ഇത് അത്യാവശ്യം 30 കിലോമീറ്റേഴ്സോളം ഉണ്ട് ഞങ്ങൾക്ക് ദൂരം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ട്രയൽ കഴിഞ്ഞൊന്ന് ഹോൾഡ് ചെയ്ത് വെച്ചേക്കാണ്. പതുക്കെ ഡിസൈഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ട്രയലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് റിഫ്രഷ് ആവാനായിട്ട് കഫേയിലോട്ട് വന്നു. ഫസ്റ്റ് ചായയിൽ തുടങ്ങി, ഐസ്ക്രീമിൽ തുടങ്ങി, അങ്ങനെ ഒരു 1.5 മണിക്കൂർ ഞങ്ങൾ അവിടെ ഇരുന്നു. രാവിലെ ഏകദേശം ഒരു 9 മണിക്ക് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ട്രയൽ സെഷനും ട്രാഫിക്കും എല്ലാം കഴിഞ്ഞ് ഏകദേശം ഉച്ചയായി ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും. How is the ice cream? You like it? Huh? I do it. How is ice cream എങ്ങനെ ഉണ്ടായിരുന്നു? Do you like it? I like it. Yes, it's yummy. Yummy? Yummy. Yummy, okay. അരച്ചേക്കട്ടെ. Yummy? Yummy, okay. കാപ്പി ഇവിടെ ഇറങ്ങാൻ സമ്മതിക്കില്ല. The chocolate pizza. Look at the bacon. Oh, be careful. ചൂട്. പതുക്കെ കഴിച്ചാൽ കേട്ടോ, സമയമുണ്ട്. ലൈറ്റായിട്ടൊരു ചായ കുടിക്കാമെന്ന് പറഞ്ഞ് കയറിയ ഞങ്ങളാണ്. ചായ വന്നുകൊണ്ടിരുന്നു, ഐസ്ക്രീം വന്നുകൊണ്ടിരുന്നു, മോമോസ്, കാപ്പി. ഉള്ളത് പറയണമല്ലോ, കാപ്പി നല്ല അടിപൊളി കാപ്പിയായിരുന്നു കേട്ടോ. പിള്ളേർക്ക് വരെ ഇഷ്ടപ്പെട്ടു. അതിൻ്റെ സ്മെല്ലും ഒക്കെ ആയിട്ട് പിന്നെയും മേടിച്ച് കുടിക്കുന്നു. പൊടി വരെ പിന്നെയും കാപ്പി മേടിച്ച് കുടിക്കുമായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു മണിക്കൂറോളം ഞങ്ങൾ ആ കാഫേ തന്നെ ഇരുന്നു. ചായയും കാപ്പിയൊക്കെ കുടിച്ച് വയറൊക്കെ ഫുള്ളായി. എന്നാൽ പിന്നെ ഒന്ന് ഊഞ്ഞാലൊക്കെ ആടി ഒന്നുകൂടി ഒന്ന് റിഫ്രഷ് ആയിട്ട് തിരിച്ച് പോകാമെന്ന് കരുതി. കാരണം നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു, വെയിലും ഒക്കെ കാരണം. വെയിലും വയറും ഒക്കെ ഫുൾ ടാങ്ക് ആയ സ്ഥിതിക്ക് അവിടെ ഒന്ന് ഇരുന്ന് റെസ്റ്റൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ പതുക്കെ ഞങ്ങളങ്ങ് വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വ്ളോഗ്. ഗെയിം തിയറിയെക്കുറിച്ചുള്ള ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ. ബൈ.